ഗൈസ്, നിങ്ങൾക്കറിയാവും ഈ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ്, ഇവിടെ ഒരു കുരു, പിന്നെ കുറേ ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെയായിട്ട് ഞാൻ സ്കിന്നിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി എൻ്റെ സ്കിൻ ഭയങ്കര മോശമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. അപ്പോഴാണ് ഞാനൊരു മാജിക് പ്രോഡക്റ്റ് ട്രൈ ചെയ്തത്. കാണിച്ചു തരട്ടെ ഡിഫറൻസ്. നോക്കൂ ഗൈസ്, എൻ്റെ മുഖത്ത് ഇപ്പോൾ ഒറ്റ പാടില്ല, ഒരു പ്രശ്നമില്ല. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് മൈ സ്കിൻ അല്ലേ. രണ്ട് കാര്യങ്ങളാണ് ഞാനിതിൽ ട്രൈ ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നും ഭയങ്കരമായിട്ട് മാറും. നമ്പർ 1, ലൈറ്റ് ബെറ്റർ ആക്കുക. ഇപ്പം ഞാൻ വെയിലത്താണ് വന്ന് കുറച്ചും കൂടി ലൈറ്റുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോട്ടോയും വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അതിവിടെ കുരുവൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിന് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി പ്ലേ ചെയ്യേണ്ടി വരും. വേറെ ഒന്നല്ല, ഇതിൻ്റെ ഫിൽറ്ററാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നല്ല ഫിൽറ്റേഴ്സ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ നല്ല ലൈറ്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ എന്താണ് സാധനം, ആ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ്, വളയം, ഈ സാധനമൊക്കെ പോയിട്ട് നിങ്ങൾ ഭയങ്കര അഡോറബിൾ ബ്യൂട്ടിഫുൾ ഇതൊക്കെ ആയിട്ട് മാറും. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫിൽറ്റർ ഇൻഫ്ലുവൻസർമാരുണ്ട്. അതുപോലെ ഒന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പരിപാടി പിടിക്കുന്നില്ല. പക്ഷേ ഫോണിലെ ഫിൽറ്ററിലാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് സജസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ സെല്ല് ചെയ്യുന്നത്. അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവരെല്ലാവരും ഉടായ്പകളാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരിൽ പലരും പല സമയത്തായി ഒരുപാട് ഉടായ്പകൾ കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. കാരണം ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ എല്ലാവരുടെയും കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി ചേച്ചി എന്നുള്ള അഭിസംബോധനയാണ് കൂടുതൽ കാണുക. നമ്മൾ അത്രയും ക്ലോസ് ആയി കാണുന്ന ഇവരൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ഗംഭീരമായിരിക്കും, ഇവരെനിക്ക് മോശമായിട്ടൊന്നും സജസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. 1 മില്യൺ എന്ന് പറയുമ്പോൾ അതിലൊരു 10% പേര് അവരെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണെങ്കിൽ അത് 1 ലക്ഷത്തോളം വരും. ആ 1 ലക്ഷത്തോളം പേരിൽ ഇവരിത് പെയ്ഡായി പൈസയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണെന്നും 10 പൈസയുടെ ആത്മാർത്ഥത അതിലില്ല എന്നൊക്കെയുള്ളത് അവർ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ആ 10%ത്തിലേക്ക് ഇത് എത്തുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ആ 10% പരിഗണിക്കണം എന്ന് അവരിൽ ചിലരെങ്കിലും മാറി ചിന്തിക്കുകയാണെങ്കിൽ വളരെ നല്ലത് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ബ്യൂട്ടി വ്ളോഗേഴ്സ് നാടിന് ആപത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അങ്ങനെയൊന്നും കരുതേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, കോടികൾ മറിയുന്നൊരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, പുതിയ പുതിയ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ഒരു ഇൻഡസ്ട്രി നിലനിന്ന് പോകുന്നതിന് വേണ്ടി, അതായത് ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ, കോസ്മെറ്റിക്സിൻ്റെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് നിലനിന്ന് പോകുമ്പോൾ അതിൻ്റെ കൂടി ഭാഗമായി ആ ഇൻഡസ്ട്രിയെ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരുന്ന ഒരു വിഭാഗം ആളുകളാണ് സോഷ്യൽ മീഡിയയിലെ ബ്യൂട്ടി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ പറയുന്നത്. ഒരു പുതിയ കോസ്മെറ്റിക് ബ്രാൻഡ് വരുന്നു, അപ്പോൾ ആ ബ്രാൻഡിനെ കൂടുതൽ ഫെമിലിയർ ആക്കുക, ആളുകളുടെ പർച്ചേസിങ് ഡിസിഷൻസിലേക്ക് അതിനെ കൊണ്ടുവരിക, മൊത്തത്തിലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, പുതിയ ട്രെൻഡുകൾ ഉണ്ടാക്കുക, ഇൻഡസ്ട്രിക്കും ജനങ്ങൾക്കും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിൽ കൃത്യമായിട്ടുള്ള റിവ്യൂസ് ഉണ്ടാവുക. ഇതൊക്കെ വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവരിൽ പലരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അത് കുറച്ച് ഭീകരമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചില ആളുകൾ ചെയ്യുന്ന വളരെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പേരടക്കം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ വിമർശിക്കുന്നുണ്ട്. ഇവരെല്ലാവരും വളരെ വലിയ ക്രിയേറ്റേഴ്സും ഒരുപാട് ആളുകൾ ഇവരെ സ്നേഹിക്കുന്നതുമായതുകൊണ്ട് അവരുടെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാര്യം ചെറിയൊരു കാര്യം ഉപയോഗിച്ചാൽ പോലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് അവർ ഓടി വരാൻ സാധ്യതയുണ്ട്. അവരെ തൽക്കാലം നമുക്ക് നിരാശപ്പെടുത്താം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിൽ പലരും സെറ്റ് ചെയ്ത് വെക്കുന്ന വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിറം തന്നെയാണ്. നിറത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെയർ എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പണ്ട് ഞാൻ ഇത്രയൊന്നും നിറമില്ലാതിരുന്ന ആളായിരുന്നു, പക്ഷേ ഞാൻ ഫെയറായി മാറി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്കിൻ കുറച്ചും കൂടി ഫെയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ ഫെയർ 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 എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവർ കൂടുതലായി നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് വെളുത്ത വളരെ ക്ലിയർ ആയിട്ടുള്ള സ്കിന്നാണ്. അതായത് മുഖക്കുരുവില്ല, പാടുകളില്ല, യാതൊരു കാര്യമില്ല, നല്ല വെളുത്തിങ്ങനെ പതുപതുപ്പോടുകൂടി ഇരിക്കുന്ന, ചിലർ ഈ പ്ലം പോലെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞെക്കിയൊക്കെ കാണിക്കും. അങ്ങനെ ഈ ഒരു നിറത്തിനെ ഫെയർ എന്ന് പറയുന്നൊരു വാക്കുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ നമ്മുടെ മുന്നിലേക്ക് വരിക. ഫെയർ എന്നുള്ള വാക്ക് നമ്മൾ കൂടുതലായി ഈ പറയുന്നൊരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ ന്യായമായത് എന്നുള്ള രീതിയിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. പക്ഷേ ഫെയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലസൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത്
സുന്ദരമായത്, സന്തോഷം നൽകുന്നത് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഫെയർ എന്ന് പറയുന്ന വാക്കിന് വെളുപ്പുമായി യാതൊരു ബന്ധവുമില്ല. വെളുത്ത തൊലിയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവർ കൊള്ളാം, നല്ല, അയ്യോ എന്തൊരു ഭംഗി എന്ന് പറയുന്ന ഒരു സാധനം ഫീൽ ചെയ്യേണ്ടത് എന്നൊരർത്ഥം വരുന്നില്ല. പക്ഷേ ആ വാക്കിന് കൂടുതൽ ആളുകളും, പ്രത്യേകിച്ച് ഇതിലെ പല ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സും Q&A വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, പണ്ട് ഞാൻ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നിറം കുറവായിരുന്നു, അതായത് നിറം കുറവായിരുന്നു, ഏത് നിറം കുറവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളുപ്പ് മാത്രമാണ്. ഇവിടെ നിറം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരേ ഒരു സാധനം വെളുപ്പാണ്. നിറം കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ വെളുപ്പ് കുറവായിരുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പിന്നീട് ഞാൻ ഫെയറായി. അത് ഡീടാനിങ് കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്, ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറയുന്നവരുണ്ട്, മറ്റേ കെമിക്കൽ പീലിങ്ങും ഫേസ് വാഷും പിന്നെ കുറേ ഉടായ്പ സാധനങ്ങളും ഒക്കെ കൊണ്ടാണ് ഇവർ ഈ ഫെയർ ആയതെന്നാണ് പറയുന്നത്. അതായത് സുന്ദരം എന്ന് പറയുന്നതിനെ വെളുപ്പ് എന്നുമായി ചേർത്ത് ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്ത് വെക്കുന്നതിൽ, ആ ഒരു കൾച്ചർ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിന് കേരളത്തിലുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. നമ്മൾ ജീവിക്കുന്നത് ഭൂമധ്യരേഖയുടെ വളരെ ചേർന്നിട്ടാണ്. ഇവിടെ ഈ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ കൊണ്ട് ആളുകളുടെ നിറം ഈ പറയുന്ന വെളുപ്പിലേക്ക് മാറാൻ എന്ന് വെച്ചാൽ, ബ്യൂട്ടി വ്ളോഗേഴ്സിൽ പലരും ഈ ബ്യൂട്ടി വ്ളോഗ് ചെയ്ത് വീട്ടിലിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ പുറത്തിറങ്ങുന്ന സമയം വളരെ കുറവാണ്. അവർ പൊല്യൂഷൻ ആയിട്ട് കണക്റ്റ് ആവുന്നത്, അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റുമായിട്ട് കണക്റ്റ് ആവുന്നത് വളരെ കുറവാണ്. പിന്നെ ഇവർ ഈ പ്രൊഡക്റ്റും തേച്ച് വീട്ടിലിരിക്കുകയാണ് എന്ന് കുറേ ആൾക്കാർ വിചാരിക്കുമെങ്കിലും ഇവർ കൃത്യമായി ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ സ്കിൻ പോലെ ആകാൻ പറ്റാത്തത് എനിക്കെന്തോ കുറവുള്ളതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനെ ഇവരിവിടെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ടീനേജിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ പെൺകുട്ടികളാണ് കൂടുതൽ ഇതിൽ അഫക്റ്റ് ചെയ്യപ്പെടുക. ആ കോൺഫിഡൻസ് ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് അവരാണ്. കോസ്മെറ്റിക് ക്ലിനിക്കിൻ്റെ ഉടമ ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: കല്യാണ സമയമാകുമ്പോഴേക്കും പെൺകുട്ടികളെയും കൊണ്ട് അമ്മമാർ വരും, ഇങ്ങനെ ഇരുന്നാൽ പോരാ, കുറച്ചും കൂടി നിറം വേണം, എന്നാലാണ് കല്യാണത്തിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക, അതുകൊണ്ട് വെളുപ്പിച്ചെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഈ അമ്മമാർ പെൺകുട്ടിയെ വെളുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തല കുനിച്ച് നാണിച്ചിരിക്കേണ്ടി വരുന്ന, നാണം കെട്ടിരിക്കേണ്ടി വരുന്ന, അഭിമാനക്ഷതമേറ്റിരിക്കുന്ന ആ പെൺകുട്ടിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവൾ എപ്പോഴും തല കുനിച്ചിരിക്കുകയായിരിക്കും എന്നാണ് ഈ കോസ്മെറ്റിക് ക്ലിനിക്കിൻ്റെ ഓണർ പറയുന്നത്. ആരാണ് ഇവിടെ ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് തുടങ്ങി വെച്ചിട്ടുള്ളത്? അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ ഏറ്റവും തുടക്കം മുതലേ എടുക്കേണ്ടി വരും. പെണ്ണെന്ന് പറയുന്നത് ആണിൻ്റെ ഉപഭോഗ വസ്തുവോ വീട്ടിലൊരു ഉപകരണമോ ഒക്കെ ആയി ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഉപഭോഗ വസ്തുവിനെ കൂടുതൽ നന്നായി പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട്, സ്ത്രീകളുടെ ഫാഷൻ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, സ്ത്രീകൾക്ക് മേൽ ഈ പറയുന്ന പിങ്ക് ടാക്സ് എന്നൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കുന്നത് ഒരുപാട് നമ്മൾ പറയേണ്ടി വരും. സ്ത്രീകൾക്ക് മേൽ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അവിടെ സൗന്ദര്യ സങ്കല്പത്തിനും ഒരു സ്കെയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോളനിവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത്. വെളുത്തത് നമ്മളെ ഭരിക്കാനുള്ളതാണെന്നും വെളുത്തത് കൂടുതൽ മെച്ചപ്പെട്ടതാണെന്നുള്ളതൊക്കെയുള്ള കുറേ കൺസെപ്റ്റുകൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ പതിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെയൊക്കെ ഇന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ്. 2, തലമുടിയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ ത്വക്ക് അഥവാ സ്കിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം കയറി പിടിക്കുന്ന ഒരു സാധനം തലമുടിയാണ്. തലമുടിയുടെ നീളം കൂട്ടുക, തലമുടിയുടെ കൊഴിച്ചിൽ ഒഴിവാക്കുക, താരനകറ്റുക. തലമുടി മറ്റേ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ, പണ്ട് പാരച്യൂട്ടിൻ്റെ പരസ്യത്തിൽ മാത്രമാണ് ഞാനങ്ങനെ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഷാമ്പു ഒക്കെ കൂടുതൽ വ്യാപകമായി തുടങ്ങിയപ്പോൾ ഏതായിരുന്നു ഇത്? ഇങ്ങനെ അമ്മയും മോളും ഒരേപോലെ തന്നെ ഒരു ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപകരണം പോലെ മുടി കൊണ്ടു കിടക്കും. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ മുടി ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്ന പോലെ ഒഴുകും. അപ്പോൾ ഈ പറയുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് പരസ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറയുന്നു, നമ്മൾ ജീവിക്കുന്ന കാലാവസ്ഥയുടെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പലതും നമുക്ക് ഈ പരസ്യത്തിൽ കാണുന്ന ആളുകൾ ജീവിക്കുന്നത് പോലെയോ ബ്യൂട്ടി വ്ളോഗേഴ്സ് ജീവിക്കുന്നത് പോലെയോ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ ഇരിക്കില്ല. പക്ഷേ അതുപോലെ ആക്കിയെടുക്കാൻ നിങ്ങൾ ഈ ക്രീം തേച്ചാൽ മതി എന്ന് ഈ പറയുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ് വന്ന് പറയും. അതിനുശേഷം അവരുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത് കാണിക്കും. ഇത് കാണുന്ന, അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, ഈവൻ അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ പോലും അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വീണ്ടും ഡിപ്രസ്ഡ് ആവുകയാണ്. നിറമോ കിട്ടിയില്ല, മുടിയുള്ളതോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആൺകുട്ടികളെ സംബന്ധിച്ച് മുടി കൊഴിച്ചിലും കഷണ്ടിയുമാണ്. താരൻ വലിയൊരു പ്രശ്നമായിട്ട് കുറേ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസ്, അതിപ്പോൾ മുടി കൊഴിച്ചിലാണെങ്കിലും സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് പാച്ചസ് അല്ലെങ്കിൽ ഈ പറയുന്ന മുഖക്കുരു, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, ഇതൊക്കെയും മറ്റു പല കാര്യങ്ങളുടെയും ഇൻഡിക്കേറ്റേഴ്സ് ആവാം എന്ന് പറയുന്ന ഒരു സാധ്യതയെ ഇവർ പൂർണ്ണമായും തള്ളിക്കളയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ നെറ്റിയിൽ ഇവിടെ ഒരു കറുപ്പ്, ഈ ഒരു വെൽവെറ്റ് പോലൊരു കാര്യം വരുന്നത് മാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അവിടെ പോയിരിക്കും. കാര്യം ഇവർ പലതും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും മാറുന്നില്ല. നിങ്ങൾ ആദ്യം ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണണം. അവർ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്നത് പോലെ കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റ് തേച്ച് വെച്ച് അതങ്ങ് മറച്ചോ എന്നല്ല പറയുക. നിങ്ങളെ കൊണ്ട് ആദ്യം ബ്ലഡ് ടെസ്റ്റ് എടുപ്പിക്കും. നിങ്ങളുടെ ഇൻറ്റേർണൽ ഫങ്ഷൻസ് ഒക്കെ നോർമൽ ആണോ എന്ന് നോക്കും. കാര്യം നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത് ശരീരത്തിലെ എല്ലാ അവയവത്തിനെയും ആവരണം ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ഈ പറയുന്ന സ്കിന്നിൽ കാണാൻ പറ്റും.
നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരെ നിങ്ങളുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പറയുക. അപ്പോൾ അത്രയും വലിയ സിംറ്റംസ് നമ്മുടെ പുറമേ കാണിച്ചു തരുന്ന ഒരു അവയവത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രീം കൊണ്ടോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടോ അങ്ങ് മറച്ചാൽ മതി എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ വിവരക്കേട് വേറെ ഉണ്ടോ? എന്നാൽ ഇവരാരും മസ്റ്റ് ബൈ, മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഒരു ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനെ കൂടി ഇതിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. MBBS കഴിഞ്ഞ് ഡെർമറ്റോളജി സ്പെഷ്യലൈസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഈ പറയുന്ന ഇൻറ്റേർണൽ ഇഷ്യൂസ് ആണ് ഉള്ളതെന്ന് അവർക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെയോ മറ്റ് ടെസ്റ്റിലൂടെയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വേറെ ഡോക്ടറെ, വേറൊരു സ്പെഷ്യലിസ്റ്റിനെ സജസ്റ്റ് ചെയ്യും. അങ്ങോട്ട് പോവുകയാണ് വേണ്ടത്. ആ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ബാക്കിയുള്ളത് മാറും. ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ കാണുന്ന ഒരു ഇഷ്യൂ നിങ്ങളുടെ കൊളസ്ട്രോൾ ഹൈ ആവുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കിഡ്നിയുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ കിടക്കുന്ന നിങ്ങളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ആയിരിക്കും. ഇതൊക്കെ ഐഡൻറ്റിഫൈ ആണെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളുടെ സേവനം നമുക്ക് ആവശ്യമാണ്. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വിവരമില്ലാത്തവരാണെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നോ ഞാൻ പറയില്ല. പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡിലേക്ക് പോകാനുള്ള നിങ്ങളുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുടെ സാധ്യതകളെ അവർ കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കിന്നും തലമുടിയും കഴിഞ്ഞാൽ പിന്നെ കയറി പിടിക്കുക രോമത്തിലാണ്. ശരീരത്തിൽ എവിടെയൊക്കെ രോമ വളർച്ചയുണ്ട്. ഈ രോമം വളരുന്നതിനെ ഈ ഭംഗിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഉണ്ടാകുന്ന രോമം എന്ന് പറയുന്നത് അതിനെ ഹൈജീനുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് കാണാം. ഇപ്പോൾ വേർപ്പ് തങ്ങി നിൽക്കുന്നതും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. ഈ കയ്യിലും കാലിലും കാണുന്ന രോമം അത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇപ്പം അമിത രോമ വളർച്ച ഉണ്ടാകുന്ന ഹെൽത്ത് കണ്ടീഷനുള്ള ആളുകളുണ്ട്. അവർ എത്ര കാലമെന്ന് വെച്ചിട്ടാണ് ഇവർ ഈ പറയുന്ന ക്രീമും തേച്ചുകൊണ്ടിരിക്കുക? അതിന് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാം. അവർ പറഞ്ഞു തരും ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ കണ്ടീഷൻ ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷനിൽ നിങ്ങൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു ക്രീം ഉപയോഗിക്കാൻ പാടില്ല. ഒരുപാട് ക്രീമുകളിൽ പലതരം കണ്ടന്റുകളുണ്ട്. അതിൽ ചിലത് നിങ്ങളുടെ ശരീരത്തിന് പറ്റില്ലാന്നേ. പുറമേ തേക്കുകയാണെങ്കിൽ പോലും ഇൻറ്റേർണലിയും അഫക്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഇവർ ഈ പറയുന്ന 500 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള കമ്മീഷനും കമ്പനികൾ തരുന്ന പൈസയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൽ ചിലത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് മാത്രമല്ല നിങ്ങളെ ഉപദ്രവിക്കുന്നതായിരിക്കും. കയ്യിലെയും കാലിലെയും രോമം അത് സൗന്ദര്യത്തിൻ്റെ അടയാളമൊന്നുമല്ല. പക്ഷേ അതിനങ്ങനെ കാണിച്ചുകൊണ്ട് ആ രോമത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോകും. കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണം നടക്കുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന പരിപാടിക്ക് നേരെയാണ്. അതായത് ഈ കൈയുടെ ഇടുക്കിലുള്ള കക്ഷത്തുള്ള ഡാർക്ക് സംഭവങ്ങൾ അത് മാറ്റണം, അത് കംപ്ലീറ്റ്ലി മാറ്റി നമ്മളവിടെ വെളുപ്പിച്ച് സിനിമാ നടികർ മാതിരി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ആകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പലരും പല പ്രോഡക്ട്സും സജസ്റ്റ് ചെയ്യാറുണ്ട്. അതൊരു കണ്ടീഷനാണ്. നമ്മുടെ ശരീരത്തിലെ പ്രൈവറ്റ് പാർട്സിൽ കൂടുതൽ വേർപ്പ് തങ്ങി നിൽക്കുന്ന, കൂടുതൽ സമയം അടഞ്ഞിരിക്കുന്ന ശരീരഭാഗങ്ങളിലെ പിഗ്മെൻറ്റേഷൻ്റെ അളവ് കൂടിയേക്കാം. അതിനെ എല്ലായ്പ്പോഴും നമ്മൾ നാണക്കേടായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ശരീരത്താണല്ലോ ഇതുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനൊരു മോശം കാര്യമായിട്ട് കാണുന്നത്. അതൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഫാക്ടറും കൂടിയാണ്. നിറം എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടി ചേർത്തിട്ടാണ്. കറുത്തിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അഗ്ലി, അല്ലെങ്കിൽ അത് എൻ്റെ ശരീരത്തോ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ കാണുന്ന ആളുകളുണ്ട്. ഒന്നാമത് ഇപ്പോൾ ഈ കൊറിയൻ മൂവീസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും, ഞാൻ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കുറേ വീഡിയോസ് കാണേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്തായാലും ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന പല പ്രോഡക്ട്സിലും ഈ കൊറിയൻ ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പോൾ കൊറിയക്കാരെ പോലെ ഗ്ലാസ് പോലെ തിളങ്ങുന്ന സ്കിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അണ്ടർആം അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതങ്ങ് തേച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ആളുകളൊക്കെയും ഈ പറയുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്കിൽ പോയി സ്വീകരിക്കുന്നവരാണ്. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. ഇനി കൊറിയൻ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പലരും സജസ്റ്റ് ചെയ്യുന്നത് ഒരു 3 സ്റ്റെപ്പോ 4 സ്റ്റെപ്പോ സ്കിൻ കെയർ ആണ്. പക്ഷേ കൊറിയയിലേക്ക് പോകുമ്പോൾ അത് 10 സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ്. അതിലവർ ഒരുപാട് എക്സ്ഫോളിയേഷൻ നടക്കും. നിങ്ങളുടെ തൊലിപ്പുറമേയുള്ള ഒരുപാട് സാധനങ്ങൾ തേച്ചൊരച്ച് കളയാണ്. നമുക്ക് അങ്ങനെയൊന്നും കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സാധനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പക്ഷേ അതുപോലെ ആവാൻ ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ സജസ്റ്റ് ചെയ്യാണ്. ഇതെടുത്താൽ നിങ്ങൾ അതുപോലെ ആവില്ല. കുറച്ച് ചേഞ്ച് ചിലർക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ അതിൻ്റെ ഒരു ലോങ് ടേം എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത സ്കിൻ ഡാമേജ് ആയിരിക്കും. മറ്റൊന്ന് താടി, മുഖക്കുരു, മീശ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ എല്ലാവരും വളരെയധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് സൺസ്ക്രീനാണ്. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. തീർച്ചയായും സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ അവനവൻ്റെ സ്കിന്നിനനുസരിച്ച്, അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച്, അവനവൻ്റെ ശരീരത്തിന് യോജിക്കുന്ന കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ അവിടെയൊക്കെ നമ്മൾ വീണ്ടും സജസ്റ്റ് ചെയ്യുന്നത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരുടെയും സ്കിൻ ഡിഫറൻ്റ് ആണ്. ഞാനും എൻ്റെ അനിയനും ഞങ്ങളുടെ സ്കിൻ ടൈപ്പൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷേ അവൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവനൊരു കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റ് ഞാൻ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിഞ്ഞ് പൊട്ടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയാവും. അപ്പോൾ നിങ്ങൾ ഏത് ഇൻഫ്ലുവൻസറെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണും പൂട്ടി വിശ്വസിക്കുകയും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത്? ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ അബ്സർഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഇത്ര
ഇത്ര അൺഎത്തിക്കലായി ഇത്ര വൃത്തികേട് ഓൺലൈൻ ചെയ്യാൻ ഒരാൾക്ക് പറ്റുമോ എന്ന് തോന്നിച്ച ഒരു റീൽ. അതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുകയാണ്. എന്നാൽ അവർ ഇട്ടിരുന്ന ഡ്രസ്സ് മാറിയില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടില്ല, ഒന്നുമില്ല. ആകെ ചെയ്തത് ആദ്യത്തെ ഫോട്ടോയിൽ ഫിൽറ്റർ ഇല്ല, രണ്ടാമത്തെ ഫോട്ടോയിൽ ഫിൽറ്റർ ഉണ്ട്. ഇത് മാത്രം വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സാധനത്തിൻ്റെ താഴെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ വീഡിയോൻ്റെ താഴെ ഏതാണ്ട് 12,000 കമൻറ്റ് ഉണ്ട്. എല്ലാവരും ലിങ്ക് എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതലും പ്രൊഫൈലുകൾ എടുത്ത് നോക്കിയപ്പോൾ പെൺകുട്ടികളാണ്. കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഫേക്കാണ്. സെക്കൻഡ്, അവർ ഈ പറയുന്ന പിണ്ണാക്ക് പ്രോഡക്ട്സുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അവരെല്ലാം സ്കിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഈ സ്കിൻ കെയർ ക്ലിനിക്കൊക്കെ നടത്തുന്ന ആളുകളുടെ പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂസൊക്കെ അവൈലബിൾ ആണ്. അതിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ നമ്മുടെ മുന്നിൽ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ ഒറ്റ ആളുടെ സ്കിൻ ശരിയല്ല. ഞാൻ ഈ പറയുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ സ്കിൻ മോശമാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും ബിഫോർ ആൻഡ് ആഫ്റ്ററൊക്കെ അത് ഫിൽറ്റർ ചേഞ്ചാണ്. അതല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് പൈസ മുടക്കി സമയവും പണവും ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഏറ്റവും നന്നായി കൊണ്ടുനടക്കുക തന്നെ വേണം. പക്ഷേ അതിന് കണ്ണിക്കണ്ട ലാടവൈദ്യന്മാരുടെ നിലവാരം പോലും ഇല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടാവരുത് എന്ന് പറയാനാണ് ഈ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, അവരുണ്ടാക്കുന്ന കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ട്. 2, തെറ്റിദ്ധാരണകളുണ്ട്. 3, സാമ്പത്തികമായ പ്രഷറുണ്ട്. ഈ വീഡിയോസ് കാണുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ഈ പറയുന്ന പ്രോഡക്റ്റ് ഒന്നും പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ വീട്ടുകാരുടെ ചിലവിലായിരിക്കും ജീവിക്കുക. ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അത് അത്രയും വലിയൊരു കോസ്റ്റ്ലി അഫെയറാണ്. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ തന്നെ പലതരത്തിലുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അഹാന പേളിമാണി എന്നൊക്കെ പറയുന്നത് പോലെ, അഹാന സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ മറ്റേ ലിങ്ക് കൊടുക്കുക അല്ലെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയൊന്നുമില്ല. കുറച്ച് പ്രീമിയം പ്രോഡക്ട്സോ പ്രീമിയം ക്ലിനിക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര മാറ്റമുണ്ടായെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് കൂടി ഒരു ഫിൽറ്റർ ഇട്ട് കാണിക്കും. കാര്യം ഇവർ എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടായിരിക്കും അവർ കുറച്ച് പ്രീമിയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുക. ഇതിൻ്റെ താഴെ വേറൊരു വിഭാഗം ആളുകളുണ്ട്. അവർ മെയിനായിട്ടും ലിങ്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു 1 million+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബ്യൂട്ടി വ്ളോഗേഴ്സിനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ ലിങ്ക് കൊടുക്കും. കാര്യം ലിങ്കിൽ കമ്മീഷനുണ്ട്. മറ്റേ പരസ്യം കാണിച്ചിട്ട് ഇത് നിങ്ങൾ വേണേ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. നിങ്ങൾ തന്നെ അവരുടെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഇനി അതിൻ്റെയും താഴെ വരുന്ന ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ അതിലും കുറച്ച് മാത്രം സബ്സ്ക്രൈബർ കൗണ്ട് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സെറ്റപ്പിൻ്റെയും ഇവരുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലിൻ്റെ ഒക്കെ ഡിഫറൻസ് കൊണ്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ് അടുത്തൊരു ലെവലിലാണെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റും അതിന് കിട്ടാൻ സാധ്യതയുള്ള കമ്മീഷനും ഒക്കെ നോക്കുമ്പോൾ അത്തരം പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ആ ലെവലിൽ നിൽക്കുന്ന ആ കോസ്റ്റിൽ നിൽക്കുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കും ഇവർ സജസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ബ്യൂട്ടി വ്ളോഗ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ സിനിമ റിലേറ്റഡ് റിവ്യൂ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു 3-4 ബ്രാൻഡുകളെങ്കിലും എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, നിങ്ങളിതൊന്ന് പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഒരു പ്രാവശ്യം ഒരു മിഠായി പോലത്തെ സാധനം കഴിച്ച് കഴിഞ്ഞാൽ താടിയും മീശയും വളരും എന്ന് പറയുന്ന അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി, പ്രോഡക്റ്റ് നമുക്ക് ഒരു പ്രൈസ് കോട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയിൽ വന്നത്. ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് ഈ താടിയും മീശ ഇത്രയൊക്കെ വളരുള്ളൂ, ഇതിങ്ങനെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് തഴച്ചു വളരുന്ന താടിയും മുടി എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഐഡിയ ഒക്കെ അവർ പറഞ്ഞുതരാമെന്ന്. എനിക്ക് നിങ്ങളെ പറ്റിക്കണം എന്നില്ല. സ്കിൻ കെയറിനെ കുറിച്ച് കുറച്ചെങ്കിലും വിവരമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണം എന്നാണെങ്കിൽ ആദ്യം നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക. പക്ഷേ അവിടെ കുറച്ച് പണിയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം, നിങ്ങൾ ഡോക്ടറെ പോയി കാണണം, അവരുടെ ഫീസ് കൊടുക്കണം, അവർ പറയുന്ന പ്രോഡക്റ്റ്സ് വാങ്ങിക്കണം. അത് ഈ പറയുന്ന വലിയ പരസ്യ പരിപാടികളൊന്നും നടത്തിയിട്ടില്ലാത്ത പ്രോഡക്റ്റ്സ് ആയിരിക്കും മിക്കവാറും അവർ നമുക്ക് അവരുടെ ഫാർമസിയിലുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യുക. അത് വാങ്ങിച്ചുകൊണ്ട് വരണം. അവർ പറയുന്ന ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം. ചിലപ്പോൾ അവർ ഡയറ്റിൽ ചേഞ്ചസ് പറയും, ചിലപ്പോൾ അവർ വർക്കൗട്ട് സജസ്റ്റ് ചെയ്യും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്നൊരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള, അല്ലെങ്കിൽ ഇത്രയും പണി നമ്മൾ എടുക്കണം. പക്ഷേ ബ്യൂട്ടി വ്ളോഗറെ ആണ് നമ്മൾ കൺസൾട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ അവൈലബിൾ ആണ്. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളതൊക്കെ നോക്കുക, പറയുന്ന സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്യുക, വരുന്നു, തേക്കുന്നു. പക്ഷേ ഡെർമറ്റോളജിസ്റ്റിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് പരമാവധി റിവ്യൂസ് നമ്മൾ നോക്കണം. ഞാൻ ഈ പറയുന്ന ബ്യൂട്ടി വ്ളോഗറിൻ്റെ സജഷൻ വീഡിയോസ് അല്ല പറയുന്നത്. നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പരമാവധി റിവ്യൂസ് സെർച്ച് ചെയ്യണം. ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, അതിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ആ കണ്ടന്റുകൾ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യാൻ നോക്കണം, കൃത്യമായി പഠിക്കണം. കാര്യം ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്കിന്നെന്ന് പറയുന്നത് നമുക്ക് മറ്റേ പ്ലാസ്റ്റിക് കവർ വാങ്ങിക്കാൻ കിട്ടണ പോലെ വാങ്ങാൻ കിട്ടേണ്ട ഒരു സാധനമല്ല. ഇത് പോയി കഴിഞ്ഞാൽ പോയി, ഇതിങ്ങനെ ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ പണിയാണ്. അപ്പോൾ ആ സാധനത്തിൽ നമ്മളൊരു സംഭവം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പഠിക്കണം. അങ്ങനെ ഒരുപാട് റിവ്യൂസും ഒരുപാട് റിസർച്ചും ഒക്കെ നടത്തിയതിന് ശേഷം അതിൻ്റെ സാമ്പിൾ കിട്ടുമെന്ന് നോക്കണം.
അതായത് ആ ഒറിജിനൽ പ്രോഡക്റ്റ് ഫുള്ളായിട്ട് ഒരു 1/2 കിലോ വാങ്ങിക്കുന്നതിന് പകരം അതിൻ്റെ സാമ്പിൾ കിട്ടുമെന്ന് നോക്കണം. ആ സാമ്പിളിന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. നിങ്ങളൊരു ഇപ്പോൾ ഒരു മുഖത്ത് തേക്കുന്ന ക്രീം കിട്ടിയാൽ ആദ്യം മുഖത്തെടുത്ത് മുഴുവൻ തേച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കല്ലേ ചെയ്യേണ്ടത്. അതിനൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. അതൊരു ചെറിയ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഒരുപാട് തവണ നോക്കേണ്ടി വരും. അത് എന്ത് തരത്തിലുള്ള റിസൾട്ടാണ് തരുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള റിയാക്ഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷമാണ് അതിൻ്റെ യഥാർത്ഥ യൂസിലേക്ക് കിടക്കേണ്ടത്. ഏറ്റവും മിനിമം ഒരു 3 ആഴ്ചയോ 4 ആഴ്ചയോ എങ്കിലും എടുത്തിട്ടാണ് വലിയ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാത്ത തരക്കേടില്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന മുന്തിയ ഇനം ക്രിയേറ്റേഴ്സിനെയൊക്കെ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് വാഷിൽ തന്നെ എൻ്റെ മുടി ഇങ്ങനെ കിടക്കണം കണ്ട എന്നൊക്കെ ചോദിച്ച് അവർ വീഡിയോ ചെയ്യും. ഫസ്റ്റ് വാഷിൽ തന്നെ അവരുടെ മുടി കൊഴിച്ചിൽ നിന്നോ ഫസ്റ്റ് വാഷിൽ തന്നെ നല്ല ഇങ്ങനെ തഴച്ചിങ്ങനെ കിടക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഈ പറയുന്ന ഓരോ ക്രിയേറ്റേഴ്സിനെയും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകൾ സ്വന്തം ചേച്ചിമാരെ പോലെയാണ് കാണുന്നത്. ഈ പറയുന്ന ആളുകളൊക്കെ വന്നിരുന്ന് വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഹലോ, ഹായ് സുന്ദരീസ്, ഹായ് ടൊട്ടുമണീസ്, ഹായ് മറ്റേ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനെ മിസ്യൂസ് ചെയ്യുന്നു, അതിന് വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി നമുക്ക് ചില ക്രിയേറ്റേഴ്സ് അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കിടക്കാം. ആക്ച്വലി ആരുടെയൊക്കെ എടുക്കണം എന്നുള്ളതായിരുന്നു കൺഫ്യൂഷൻ. കാരണം ഒരു 3 മാസത്തെ അവരുടെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൻ ഉടായ്പാണ്. ചിലർ പെയ്ഡ് പ്രൊമോഷൻ എന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വീഡിയോയ്ക്ക് അകത്ത് പറയും ഇത് എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ കണ്ടോ, ദിസ് ഈസ് എ മസ്റ്റ് ബൈ, ദിസ് ഈസ് എ മസ്റ്റ് വാച്ച്, അല്ലെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ് എന്നൊക്കെ ആയിരിക്കും ഇവർ സജസ്റ്റ് ചെയ്യുക. മാത്രമല്ല ഒരു 3 മാസത്തെ കണക്കെടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ 3 മാസത്തിനിടയ്ക്ക് ആ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലും അതല്ലാതെ ചിലപ്പോൾ Q&A ഒക്കെ ചെയ്തിട്ടുണ്ടാകും. Q&Aയിൽ പറയുന്നതും എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഡയലോഗുകളായിരിക്കും. അപ്പോൾ ഇതിൽ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. ആരുടെ പേരെടുത്ത് പറഞ്ഞ് നമ്മൾ ഏതൊക്കെ വീഡിയോസ് സജസ്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോസ് വെച്ച് നിങ്ങളോടിത് സംസാരിക്കണമെന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു നോബഡി ഡസ് ഇറ്റ് ബെറ്റർ എന്ന് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ക്രിയേറ്റേഴ്സിൻ്റെ പേരെടുത്ത് പറഞ്ഞു തുടങ്ങാം. അതിൽ നമ്പർ 1 പൊസിഷനിൽ എനിക്ക് പ്ലേസ് ചെയ്യാൻ തോന്നുന്നത് ഇഷാനി കൃഷ്ണ എന്ന് പറയുന്ന കണ്ടൻറ് ക്രിയേറ്ററാണ്. അവരൊരു വ്ളോഗർ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. ഡാർക്ക് സ്പോട്ട്സ് എടുത്തു കളയുന്ന ഒരു ക്രീം അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രീമല്ല, ഒരു സിറമാണ്. 30 ml ബോട്ടിലിന് 430 രൂപ വില വരുന്ന ഒരു സിറമാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിറം ഇട്ട് ഇങ്ങനെ മുഖത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകുമെന്നാണ് പറയുന്നത്. വളരെ സൂപ്പറായിട്ടുള്ളൊരു വീഡിയോ ആണ് അവർ ചെയ്തിട്ടുള്ളത്. കാരണം ഫിൽറ്റർ ഇടാതെ ആദ്യം കാണിക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള പാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യൂസ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞ് കാണിക്കുന്ന വീഡിയോയിൽ ഇതൊന്നുമില്ല. ഈ സ്പോട്ട്സ് മുഴുവൻ ഇല്ലാണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ ഒരു കാര്യം മാത്രം അവർ മാറ്റാൻ മറന്നുപോയി. അത് അവരുടെ മൂക്കുത്തിയായിരുന്നു. ആദ്യം ഈ സെറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മൂക്കുത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂക്കുത്തിയായിട്ട് കാണാൻ പറ്റും. വലിയ കുഴപ്പമൊന്നുമില്ല, കാര്യം ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ലല്ലോ. പക്ഷേ ഈ ആഫ്റ്റർ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോയിൽ ആ മൂക്കുത്തി ബ്രൈറ്റ് അടിച്ച് പോയി. അതായത് ആ മൂക്കുത്തി പിന്നെ കാണാനില്ല. അത്രയും തിളക്കത്തിൽ ആ മൂക്കുത്തിയുടെ ലെവലിൽ ഫേസ് അങ്ങ് തിളങ്ങുകയാണ്. അങ്ങനെ മൂക്കുത്തിയും കൂടി വെളുപ്പിക്കുന്ന ഒരു സിറം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എന്തുമാത്രമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. മറ്റൊന്ന് അവരുടെ ഈ Q&A വീഡിയോയിൽ കണ്ടിട്ടുള്ളൊരു സാധനമാണ് ഗ്ലൂട്ടാത്തിയോൺ. യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വേർഡ് തന്നെയാണ് ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സ്കിൻ ബ്രൈറ്റൻ ആക്കുന്ന കുറേ ആൾക്കാർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫാമിലിയിൽ ഇവരെല്ലാവരും ഒരച്ചിൽ വാർത്ത പോലെ ഇരിക്കുന്ന ആളുകളാണ്. കാരണം എല്ലാവരും മിക്കവാറും ഒരു ഫിൽറ്റർ തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ പറയുന്ന ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് Q&A വീഡിയോയിൽ അവർ പറയുന്നത് എൻ്റെ കുടുംബത്താരും ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടേ ഇല്ല, എനിക്കത് എന്താണെന്ന് പോലും അറിയില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പലതരം പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല കള്ളത്തരങ്ങളും വിളിച്ചു പറയുമ്പോൾ ചില സമയത്ത് അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സത്യം വരും എന്ന് പറയുന്നത് പോലെ അവരുടെ നിറത്തിൻ്റെ കാരണം എന്താണ് എന്ന് അവർ തന്നെ Q&A വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ നിറം വെച്ചാണ് ഇവർ ഇത്രയും പ്രോഡക്റ്റ്സ് തള്ളുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഈ നിറം വെച്ചിട്ടുള്ളത് ഇപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം വെയിലത്തായിരുന്നു, അങ്ങനെ ടാൻ അടിച്ചാണ് അങ്ങനൊരു നിറം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വെയിലത്ത് പോകാറില്ല, അതിന് വളരെയധികം കെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടാനൊക്കെ മാറുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് വരും. പിന്നെ അച്ഛനും അമ്മയും അവരുടെ ഒരു നിറം അതാണ്. അപ്പോൾ ആ നിറത്തിൻ്റെ ഒരു ഗുണമായിരിക്കാം. പിന്നെ ഓഫ് കോഴ്സ് മേക്കപ്പ് ചെയ്യും എന്ന് നല്ല ഉറച്ച ശബ്ദത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളിലും ഒരു പ്രൊഡക്റ്റ് പോലും അവർ സജസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ എൻ്റെ കുടുംബത്താരും ഗ്ലൂട്ടാത്തിയോൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇഷാനിയുടെ വീഡിയോൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അഹാനയുടെ ഒരു വീഡിയോ കിടപ്പുണ്ട്. അവിടെ അവരൊരു വൻ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാണ്. ആ പ്രൊഡക്റ്റ് നമ്മൾ വിഴുങ്ങാനുള്ളതാണ്. അതൊരു ഗ്ലൂട്ടാത്തിയോൺ സാധനമാണ്. ആ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അൺഈവനായിട്ട് മാറും സ്കിന്ന്. അതായത് ഡാർക്ക് സ്പോട്ട്സ് മാറും എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വെളുക്കാൻ പറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനിങ്ങനെ കുറച്ച് വേർഡ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് അതിനൊന്ന് പുഷ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇഷാനി ഇതുവരെ അഹാന ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് തിന്നുന്നത് കണ്ടിട്ടില്ല. അതും 1 വർഷം മുമ്പാണ് അഹാന ഈ ടാബ്ലറ്റ്
കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി കഴിച്ച ഉടനെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് വെച്ചാണോ എന്നെനിക്കറിയില്ല. ഇനിയും ഇഷാനിയുടെ വീഡിയോസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊറിയൻ കൊളാജനുണ്ട്, അത് നമ്മൾ അകത്തേക്ക് കഴിക്കേണ്ടതാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് വളരെ ഹൈഡ്രേറ്റ് ആവും, ഗ്ലോ ആയിട്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് ദി ബെസ്റ്റ് എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇതേ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കിന്നിൻ്റെ ഹൈഡ്രേഷന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഈ അകത്തേക്ക് കഴിച്ചത് അതിന് വലിയ ഗുണമൊന്നുമില്ലേ? പക്ഷേ ഈ സാധനം കഴിച്ച് ഈ ഫേസ് വാഷ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് വേറൊരു സെറമുണ്ട്, അത് തേച്ചാൽ 14 ദിവസത്തിൽ ക്ലിയർ സ്കിന്നായി കിട്ടുമെന്നുള്ളത്. മുഖക്കുരു പോവും, ഡാർക്ക് സ്പോട്ട്സ് പോവും. അപ്പോൾ ഇവർ മൂക്കുത്തി വരെ വെളുപ്പിച്ചൊരു സെറം ഉണ്ടായിരുന്നല്ലോ ആദ്യം നമ്മൾ പറഞ്ഞത്, അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോരോ ഹോബീസാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഇവരുടെയൊക്കെ റീൽസൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു 10-20 റീൽ അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അൺഫോളോ ചെയ്യാനുള്ളതൊക്കെയാവും. പക്ഷേ ഞാൻ പറയുന്നത് അവരൊന്നും അൺഫോളോ ചെയ്യരുത്, അവരൊന്നും അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. അവർ ഈ നാടിൻ്റെ എക്കണോമിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇവരെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന പ്രോഡക്റ്റിൽ ഇവർ എന്തെങ്കിലും ആത്മാർത്ഥത ഇടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഇഷാനി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അവർ വെയിലത്ത് പോകുന്നത് വളരെയധികം കൺട്രോൾഡാണ്, അവർക്ക് വെയിലത്ത് ഇറങ്ങേണ്ട ആവശ്യം തന്നെ വരുന്നില്ലല്ലോ, വീട്ടിലിരിക്കുക വീഡിയോ ചെയ്യുക. പിന്നെ അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവർ പ്രോപ്പറായിട്ട് നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കുന്ന, കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്ന, ഈ പറയുന്ന പുറം ലോകത്തിൻ്റെ സ്ട്രെസ്സൊന്നുമായിട്ട് അധികം കണക്റ്റഡ് അല്ലാത്ത ആളുകളാണ്. നിങ്ങളൊരു 10-16 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള സ്കൂളിൽ പോകുന്ന ഒരു ടീനേജ് പെൺകുട്ടി ആലോചിച്ച് നോക്കും. വീട്ടിലെ സ്ട്രെസ് ഉണ്ട്, സ്കൂളിലെ സ്ട്രെസ് ഉണ്ട്, കൂട്ടുകാരുണ്ട്, വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലൂടെ കടന്നു പോകേണ്ട ആളുകളാണ്. ഇങ്ങനെ ഇത്രയും പൊല്യൂഷനും ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരു വ്ളോഗർ കുടുംബത്തിലെ മറ്റൊരു ടീനേജറുണ്ട്. ഒരു ഫിൽറ്റർ ഇടാതെ സ്വന്തം ഫോട്ടോ എവിടെയെങ്കിലും, ഒരു വീഡിയോ ക്ലിപ്പ് എവിടെയെങ്കിലും വരിക എന്ന് പറയുന്നത് അവർക്ക് ഹൃദയഭേദകമാണ്. പക്ഷേ ഫുൾ ഫിൽറ്റർ ഇട്ട് ഫുൾ മേക്കപ്പിൽ വീഡിയോയ്ക്ക് മാക്സിമം എഫക്റ്റ് വിട്ടിട്ട് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഞാൻ ആലോചിക്കുന്നത് ആ വ്ളോഗർ കുടുംബത്തിൽ ആർക്കും അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, മോളെ നീ ഇങ്ങനെ ഇതിനെ നോക്കിക്കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നിന്നെ മാനസികമായി ബാധിച്ചേക്കാം. അതായത് അവനവൻ്റെ സ്കിന്ന്, അതിലുള്ള ഈവൻ മുഖത്തൊരു കുരു വരുന്നുള്ളൂ, ഒരു കുഞ്ഞു കുരു. ആ കുരു 4 പേര് കാണുന്നത് അഭിമാനക്ഷതമായി വിചാരിക്കുന്ന, അല്ലെങ്കിൽ 4 പേരെ കാണിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീനേജർ എന്ന് പറയുന്നത് അയാളുടെ മാനസികാവസ്ഥ എത്ര മോശമായിരിക്കും. ഇതവർ പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ എല്ലാം ഒരു കച്ചവടമാണല്ലോ എന്ന് സ്വയം തീരുമാനിച്ചിട്ടുള്ള കുറച്ച് ആളുകൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സാധാരണ ടീനേജ്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത് വളരെ വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, മുഖത്തൊരു കുരു വരിക എന്ന് പറഞ്ഞാൽ. അവരോടാണ് നിങ്ങൾ പറയുന്നത് സെറം തേക്കൂ, ഫേസ് വാഷ് ഇടൂ, അകത്തേക്ക് കഴിക്കൂ. ഈ തൊണ്ടയ്ക്ക് താഴേക്ക് നിങ്ങളൊരു സാധനം ഇറക്കുന്നുണ്ടെങ്കിൽ, ഒരു സാധനം നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് ഇടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാതെ ചെയ്യരുത്. എലിവിഷം ഈ തൊണ്ടയ്ക്കകത്തേക്ക് നമ്മൾ നോക്കുമോ? അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ കൊണ്ട് തന്നാൽ നമ്മളത് കഴിക്കുമോ? ഇല്ല. നിങ്ങളുടെ ശരീരത്തേക്ക് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അത് പഠിക്കണ്ടേ? അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് വേണം നിങ്ങളിത് കഴിക്കാൻ എന്ന് ഒരു വീഡിയോയിൽ മിനിമോടോ ഏറ്റവും മിനിമം മകളെ ഞാനിത് കഴിക്കുന്നുണ്ട്, പക്ഷേ ഇത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റോ സ്കിൻ സ്പെഷ്യലിസ്റ്റിനോ കാണണം, ബ്ലഡ് ടെസ്റ്റ് എടുക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം, ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം, എന്നിട്ട് ഇത് കഴിക്കാവൂ എന്നിവരാരും പറയുന്നില്ല. ആരും ഒരു പാക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഇത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞു അതങ്ങോട്ട് വിഴുങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ്. ഇവരിത് കുടിച്ചിറക്കുന്നതോ ഇത് വിഴുങ്ങി ഇറക്കുന്നതോ നിങ്ങൾ കാണില്ല, വായിലിട്ട് ചവയ്ക്കുന്നു, അപ്പം തന്നെ റിസൾട്ട് കാണുന്നു. ഇതുപോലെ മറ്റൊരു ക്രിയേറ്ററാണ് അഹാന കൃഷ്ണ. അഹാന ഇടപ്പള്ളിയിൽ ഒരു ക്ലിനിക്കിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതായത് ഇതൊരു വൻ സംഭവമാണ്, ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് കൂട്ടുകാർ സജസ്റ്റ് ചെയ്തതുകൊണ്ട് അവിടെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേക്കപ്പ് ഇട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കേണ്ടതുകൊണ്ട് ഉറപ്പായും ഫിൽറ്റർ പരിപാടി അവിടെ നടന്നില്ല എന്ന് വരും. എന്തായാലും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഫിൽറ്റർ ഇല്ലാതെ, മേക്കപ്പ് ഇല്ലാതെ അഹാനയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ ആൾ പക്ഷേ മേക്കപ്പും ചെയ്ത് ഫിൽറ്റർ ഇട്ടിട്ടാണ് എൻ്റെ ഈ സ്കിൻ ഗ്ലോയ്ക്ക് കാരണം ഈ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഏതാണ്ട് 2024 ജൂലൈയിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം ഇതേ സ്കിന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവർ എത്ര സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു വീഡിയോ ആരംഭിച്ചത് ഇങ്ങനെയാണ്: ഒത്തിരി കാലത്തിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് ഞാൻ എനിക്ക് പറ്റിയ ഒരു ഫേസ് വാഷ് കണ്ടെത്തിയത്, വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു ഫേസ് വാഷ് മതിയെന്ന്. അപ്പോൾ ഇത്രയും കാലത്തെ ഇവരുടെ ട്രയൽ ആൻഡ് എറർ അവർ സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും നിങ്ങളോടാണല്ലോ. പക്ഷേ ആ ഫേസ് വാഷ് കണ്ടെത്തിയപ്പോൾ അവർ ട്രയൽ ആൻഡ് എറർ നിർത്തിയിട്ടില്ല. അടുത്ത ബ്രാൻഡ് കൂടുതൽ പൈസയുമായിട്ട് വന്നപ്പോൾ അവർ വീണ്ടും ട്രയൽ ആൻഡ് എററിന് പോയിട്ടുണ്ട്. പക്ഷേ ഈ ട്രയൽ ആൻഡ് എറർ എല്ലാം ഇതാണ് സൂപ്പർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടാവും? എത്ര ആളുകൾ ആ പറയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവരുടെ സ്കിന്നിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും, പിന്നീട് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ടാവും. അഹാനയുടെ മറ്റൊരു മെയിൻ സെല്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മുടിയാണ്. മുടി ഇങ്ങനെ കിടക്കുന്നൊരു പ്രത്യേകതയാണ്. അപ്പോൾ മുടി മാക്സിമം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഹെയർ മാസ്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അഹാനയുടെ ഹോബി. മാക്സിമം ഷൈൻ ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടി യു ഷുഡ് ആഡ് ദിസ് ടു യുവർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ മാസം തന്നെ മുടി ചീകാൻ പോലും പറ്റുന്നില്ല, അത്ര അധികം ഇങ്ങനെ ജട പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ബിഫോർ കാണിച്ചിട്ട് അവർ തലയിൽ തേക്കാൻ പറയുന്ന
ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെയാണ്. പിന്നെ ഹെയർ ഫോൾ തടയാനും മുടി കൊഴിച്ചിൽ പഴയതുപോലെ ഇല്ല എന്നൊക്കെ പറയുന്ന മറ്റൊരു പ്രൊഡക്റ്റ് വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഈ ഹെയർ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ ഇതിൻ്റെ അപ്പുറം ഇനി ഒന്നുമില്ല. അതുപോലെ ഇവർ ഉപയോഗിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു പ്രയോഗമാണ് ഫസ്റ്റ് യൂസിൽ തന്നെ ചേഞ്ച് വിസിബിളാണ് എന്നുള്ളത്. മറ്റൊരു ക്രിയേറ്ററുണ്ട്, ഗ്ലാമി ഗംഗ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി ഈ ലേറ്റസ്റ്റ് ആയിട്ട് പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എണ്ണ കാച്ചയാണ്. അതായത് ജാനുവരി മുതൽ ജൂൺ വരെയുള്ള അവരുടെ മുടി വളർച്ചയുണ്ട്. ആ സമയത്ത് മുടി വെട്ടിയതാണെന്ന് തോന്നുന്നു, കുറച്ച് മുടിയേ ഉള്ളൂ. അവിടുന്ന് ഈ മുടി വളരുന്ന അത്രയും കാര്യമുണ്ട്. അപ്പോൾ ഈ മുടി എങ്ങനെയാണ് വളർന്നത് എന്നുള്ള ചോദ്യത്തിന് തൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് അവർ മറുപടി കൊടുക്കുകയാണ്, ഒരു എണ്ണ കാച്ചി തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ നല്ലോണം വളരും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിലവർ പറയുന്ന ഒരു വാണിംഗ് ഉണ്ട്. ഈ പറയുന്ന എണ്ണ സ്വന്തം വീട്ടിൽ കാച്ചതുകൊണ്ട് വേറെ ബ്രാൻഡ് കൊളാബറേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇതിലവർ കുറച്ച് ആത്മാർത്ഥമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മുടി കൊഴിച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ എണ്ണ തേച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാണിംഗ് ഒക്കെ കൊടുക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ എണ്ണ കാച്ചി അതിൽ കുറേ പരിപ്പും പപ്പടോടെ എല്ലാം കൂടി വാരിയിട്ടിട്ട് ഒരു എണ്ണ കാച്ചിട്ട് ആ എണ്ണ അനിയന് തേച്ച് കൊടുക്കും എന്താണ് അവർ ചെയ്യുന്നത്. പക്ഷേ മാർച്ച് മാസത്തിൽ അതുവരെ ഉപയോഗിച്ചിട്ടിരുന്ന ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ മാറി. അതുകൊണ്ടാണ് മുടി വളരാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഇതേപോലെ തലയെ തേക്കാൻ വേണ്ടി മറ്റൊരു സെറം അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് എണ്ണയൊന്നും തേച്ചിട്ട് കാര്യമില്ല, പിന്നെ നമ്മൾ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സെറം നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതിയെന്ന്. ജൂലൈ ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി മുടി ഇങ്ങനെ തഴച്ച് വളരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഗമ്മീസ് കഴിക്കുന്നുണ്ട്. ഈ മുടി വളരാൻ വേണ്ടിയിട്ട് വായിലിട്ട് ചവച്ച് തിന്നാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ അവർ പല കോസ്റ്റ്യൂമിൽ പല സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഈ ഗമ്മീസ് ഇങ്ങനെ വായിലിട്ട് ചവയ്ക്കുന്ന ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ നമ്മളെ കാണിക്കും. വായിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്യാതെ അത് വിഴുങ്ങി തീർക്കുന്ന അത്രയും വീഡിയോസ് ഒന്നുമില്ല, ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിച്ചപ്പോൾ ഹെയർ വോളിയം കൂടി എന്നാണ് അവരുടെ കണ്ടെത്തൽ. മുടി കൊഴിച്ചിൽ കഴിഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ ഈ പ്രോഡക്റ്റ്സ് എല്ലാം മസ്റ്റ് ബൈ ആയിട്ടാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഏറ്റവും അവസാനം നിങ്ങൾ ഈ എണ്ണ കാച്ചാൻ പോയതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റൊരു വീഡിയോ ഒരു 2 വർഷം മുമ്പ് എന്തോ ചെയ്തിട്ടുള്ളതാണ്. ആലിയ ഭട്ടിനെ അടക്കമുള്ള കുറച്ച് ആളുകളെയൊക്കെ കാണിച്ചിട്ട് ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കക്ഷത്തേക്ക് നിങ്ങൾ നോക്കൂ, അവിടെ ഒന്നും നിങ്ങൾക്ക് ഡാർക്കായിട്ട് കാണാൻ പറ്റില്ലല്ലോ, അവിടെ പിഗ്മെൻറ്റേഷൻ ഇല്ല, ഹെയർ ഇല്ല, ഓർഡർ ഇല്ല എന്നവർ പറയുന്നുണ്ട്. മണമില്ല എന്ന് നിങ്ങൾ പോയി മണത്ത് നോക്കിയോ? ഇനി അഥവാ മണമില്ല എന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന പല ബ്രാൻഡുകളും ഈ പറയുന്ന പെർഫ്യൂംസും നമ്മുടെ നാട്ടിൽ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കും. എന്തായാലും ജൂൺ മാസത്തിൽ അവരൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. AHA BHA ഒക്കെയുള്ള ഒരു സാധനമാണ്. അത് കക്ഷത്തിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ജൂൺ 14-ാം തീയതി ഇതേപോലെ കക്ഷത്ത് തേക്കാൻ പറ്റുന്ന മറ്റൊരു റോൾ ഓൺ ഒരു സാധനം അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ആഹാരത്തിന് മുമ്പ് ഏതാണ് ആഹാരത്തിന് ശേഷം എന്നവർക്ക് പറയാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഒരു ഫേസ് സിറം അവർ സജസ്റ്റ് ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും ഒക്കെ ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ചോദിക്കണം കേട്ടോ, ഇതൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും സമയം ഇത്രയും ആവർത്തിയൊക്കെ ഇത് ഇട്ടുകൊണ്ടിരിക്കണമെന്നുള്ളത്. ചിലരുടെ സ്കിൻ കണ്ടീഷൻ അങ്ങനെയായിരിക്കും, അവരത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഈ പ്രോഡക്റ്റ് ഇങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഉടായ്പ് കാണിക്കുന്നത്? ഇത് മറ്റേ ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മുടെ ഈ ഏതെങ്കിലും ഒരു വിരലിൻ്റെ നഖമില്ലേ, ആ നഖത്തിൻ്റെ അത്രയും അല്ലെങ്കിൽ ആ നഖത്തിൻ്റെ പകുതി സൈസിന് നമ്മൾ പേസ്റ്റ് എടുത്താൽ മതി ബ്രഷിൽ. പക്ഷേ ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യത്തിൽ നമ്മൾ കാണുമ്പോൾ അതിൽ എത്രയാണോ നാരുള്ളത് ആ നാരിൻ്റെ മുഴുവൻ മുകളിൽ മറ്റേ ഡബിൾ കോട്ട് അടിച്ചതുപോലെയാണ് നമ്മൾ പേസ്റ്റ് എടുക്കേണ്ടതെന്ന് പരസ്യത്തിൽ കാണിക്കും. ഈ പറയുന്ന പരിപാടിയാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റൊരു ഉദാഹരണം ഏപ്രിൽ മാസം 19-ാം തീയതി അവർ പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു ആപ്പിൾ എടുത്ത് നെടുകെ മുറിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ അവർ സൺസ്ക്രീൻ തേച്ചു, മറ്റേ സൈഡിൽ സൺസ്ക്രീൻ തേച്ചിട്ടില്ല. എന്നിട്ട് ഈ ആപ്പിൾ കൊണ്ടുപോയി വെയിലത്ത് വെച്ചു. ആപ്പിളിൻ്റെ അകം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആ സയൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും വെയിലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ സൺസ്ക്രീൻ തേക്കാത്ത ഭാഗം വളരെയധികം കരിഞ്ഞുപോയി, സൺസ്ക്രീൻ തേച്ച ഭാഗം നന്നായിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്തായാലും 5 മണിക്കൂർ വെയിൽ കൊണ്ട് ആപ്പിളിനെ കാണിച്ചിട്ട് ഈ സൺസ്ക്രീൻ സൂപ്പറാണ്, അത് വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യൂ എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെയും പോയി കമൻറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് സങ്കടകരമാണ്. അതുപോലെ ഏപ്രിൽ 4-ാം തീയതി അവരൊരു ശാസ്ത്രീയമായ ഒരു സ്റ്റഡി തന്നെ സെറം, മുഖത്ത് തേക്കാനുള്ള സെറത്തിൻ്റെ ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റാഡിൻ ലോഷൻ ഉണ്ടല്ലോ, ബെറ്റാഡിൻ ലോഷനാണ് ഇവരുടെ സ്ഥിരം വേട്ടമൃഗം. അപ്പോൾ ബെറ്റാഡിൻ ലോഷൻ എടുത്തിട്ട് 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു വെക്കും. ബെറ്റാഡിൻ ലോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ വായിക്കകത്ത് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനൊരു ഡാർക്ക് കളറുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഭയങ്കര ഡാർക്കായിട്ട് ഇരുണ്ടിരിക്കും. അങ്ങനെ 2 ഗ്ലാസ് എടുത്ത് വെക്കും. എന്നിട്ട് പുള്ളിക്കാരി ബ്രാൻഡ് ഏതാണ് എന്ന് വെളിപ്പെടുത്താത്ത ചാത്തൻ എന്ന് പുള്ളിക്കാരി തന്നെ വിളിക്കുന്ന ഒരു സെറം കൊണ്ടുവരും. ആ സെറം ഒരു 3-4 ഡ്രോപ്പ് എടുത്ത് ഈ ബെറ്റഡിൻ ലോഷനിൽ ഒഴിക്കും. അതിൻ്റെ കളർ മാറില്ല, 3-4 ഡ്രോപ്പല്ലേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ശക്തമായിട്ടുള്ള കെമിക്കൽസ് അല്ലേ, കെമിക്കൽ ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി അളവ് വേണ്ടേ? പക്ഷേ സാരമില്ല, അവിടെ ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചു, കളർ മാറുന്നില്ല. എന്നാൽ പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഉഗ്രൻ സെറം ഉണ്ട്. ആ സെറം എടുത്ത് അതിൻ്റെ അടപ്പും തുറന്ന് കുപ്പി അപ്പാടെ കമഴ്ത്തുകയാണ്. അത് മുഴുവൻ വീണ് കഴിയുമ്പോഴേക്കും ബെറ്റാഡിൻ സൊല്യൂഷൻ്റെ കളർ മുഴുവൻ മാറിയിട്ട് അത് വെള്ള കളറാവാണ്. ഇവർ പ്രൊമോട്ട് ചെയ്യാത്ത സെറം 3-4 ഡ്രോപ്പൊക്കെ ഒഴിക്കുള്ളൂ. പക്ഷേ പ്രൊമോട്ട് ചെയ്യുന്ന സെറം കുപ്പി അപ്പാടെ കമഴ്ത്തുകയാണ്. ഞാൻ വിചാരിച്ചു ഇത് ആദ്യമായിട്ട് പറ്റിപ്പോയതായിരിക്കും. അല്ല, ജനുവരി മാസത്തിൽ സിമിലർ
എക്സ്പെരിമെൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. സെറം എന്തായാലും ഒരേ സെറം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒരാശ്വാസം. മിക്കവാറും ജനുവരിയിൽ ഇട്ട വീഡിയോയ്ക്ക് വ്യൂ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച റീച്ച് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച സെയിൽ നടന്നിട്ടില്ല, കുറച്ചും കൂടി സെയിലാക്കിയാൽ കുറച്ചും കൂടി പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഏപ്രിലിൽ അവർ സെയിം എക്സ്പെരിമെൻറ്റ് വീണ്ടും കണ്ടക്ട് ചെയ്തത്. മറ്റൊരു വ്ളോഗർ, അത് ഒരുപാട് വിമർശിക്കപ്പെട്ടതാണ്, നിങ്ങൾ ഓൾറെഡി അതിൻ്റെ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് കയ്യിൽ സെല്ലോ ടേപ്പൊക്കെ ചുറ്റിയതിന് ശേഷം ഒരു സ്ഥലത്ത് സൺസ്ക്രീൻ തേക്കുന്നു, പിന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡിൽ തേക്കുന്നു, ഒരു സൈഡിൽ തേക്കുന്നില്ല. എന്നിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ മൊത്തം കൈയും കരിഞ്ഞിരിക്കും, പക്ഷേ ഈ സൺസ്ക്രീൻ തേച്ച ഭാഗം മാത്രം ഒരു പ്രശ്നമില്ലാതിരിക്കും. പക്ഷേ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സെല്ലോ ടേപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗത്തും കളറ് കരിഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം സെല്ലോ ടേപ്പിൻ്റെ പുറത്ത് കരി ആയിട്ടുമുണ്ട്. വാരി തേച്ചതാണ് പാവം. പക്ഷേ ഇവർ പ്രൊമോട്ട് ചെയ്ത ബ്രാൻഡിൻ്റെ സൺസ്ക്രീനിനേക്കാളും നല്ലത് സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നതാണെന്ന് എനിക്ക് അവരോട് തിരിച്ച് പറയണമെന്ന് തോന്നി. എന്തായാലും അവർ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലടക്കം എടുത്ത് അലക്കി. മറ്റൊരാൾ അപർണ പ്രേംരാജ് എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററാണ്. അവർ പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നതാണ്. അവരിതേപോലെ ഒരു അണ്ടർ ആമിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാം. സെലിബ്രിറ്റീസിനെ പോലെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇത് തേച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുകയാണ്. 1 വർഷം കൊണ്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ 1 വർഷമായിട്ടും അവർ ആ ഡ്രസ്സ് മാറിയിട്ടില്ല എന്നുള്ളത് അതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഡ്രസ്സ് മാറിയിട്ടില്ല എന്നുള്ളത് പോട്ടെ, ബാക്ക്ഗ്രൗണ്ടും മാറിയിട്ടില്ല. ഏതാണ്ട് പൗഡർ ഇട്ടാണോ ഫിൽറ്റർ ഇട്ടാണോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അണ്ടറാം ഫോട്ടോയുണ്ട്, അങ്ങനെ അല്ലാത്തൊരു അണ്ടറാം ഫോട്ടോയുണ്ട്. പക്ഷേ 1 വർഷം ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് ബിഫോർ എടുത്ത് വെച്ചേക്കാം എന്ന് തോന്നിയിട്ടേ ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ ബ്യൂട്ടി വ്ളോഗർ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയാണ്. പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകളാണോ നിങ്ങൾ എന്നാണ്. ഈ ആദ്യം പറഞ്ഞ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളൊരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റ് ആണോ, ഡെർമറ്റോളജിസ്റ്റ് ആണോ? അതിനുള്ള മറുപടി അവരുടെ ഡിസ്ക്രിപ്ഷനിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജനറൽ പർപ്പസിന് വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിൽ പറയുന്ന ഇൻഫോർമേഷൻ ഇത് ഇയാളുടെ ക്രിയേറ്റിവിറ്റി ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇൻഫർമേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് പറയാൻ പറ്റുക? ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ പ്രോസസ്ഡ് ഡാറ്റ എന്നാണ് അർത്ഥം. പക്ഷേ അത് ഇവരുടെ ക്രിയേറ്റിവിറ്റി ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെക്കുക. പിന്നെ വളരെ ആധികാരികമായി നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ ഏതാണ് എന്നുള്ളതനുസരിച്ച് ഏത് സെറം ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നാണ് പറയുന്നത്. ഇതൊക്കെ കാണുന്ന എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും സമപ്രായക്കാരോടും ഒക്കെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂട്യൂബോ ഗൂഗിളോ ഹോസ്പിറ്റലല്ല. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരും ഡോക്ടേഴ്സ് അല്ല, സയൻറ്റിസ്റ്റുകളും അല്ല. ഈ പെർട്ടിക്കുലർ വീഡിയോൻ്റെ താഴെ വന്ന ഏറ്റവും ഗംഭീരമായ ഒരു കമൻറ്റ് അതായിരുന്നു. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. മറ്റൊരു പ്രമുഖ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ആലിസ് ക്രിസ്റ്റിയാണ്. അവർ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും അവരുടെയും പ്രധാന ആയുധം എന്ന് പറയുന്നത് അവരുടെ സ്കിന്നും ഹെയറും ഒക്കെ തന്നെയാണ്. എങ്ങനെയാണ് ഈ സ്കിൻ ഇത്ര ഗ്ലോ ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഇത്ര ഫെയർ ആയിരിക്കുന്നത്? അതാണ് ഇവരുടെ Q&A വീഡിയോയിലൊക്കെ ഇവർ ഫെയർ എന്നാണ് പറയുന്നത്. ഇത്രയും വെളുത്തിരിക്കുന്ന, ഇത്രയും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന തൻ്റെ ഈ സ്കിന്നിനെ ഫെയർ എന്നാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ എന്നതിൻ്റെ അർത്ഥം വെളുപ്പ് എന്നല്ല, പ്ലസൻറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വെളുപ്പ് എന്നല്ല. ഞാൻ എൻ്റെ സ്കിൻ സീക്രട്ട് വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇത്രയും ഗ്ലോ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിക്കുന്നത് കൊറിയൻ വിറ്റാമിൻ സി ആണ്. അതിലവർ ആ പ്രൊഡക്റ്റിനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് എന്നാണ്. അവരത്രയും അധികം വിശ്വസിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, നിങ്ങളിത് വാങ്ങിയേ പറ്റൂ എന്നങ്ങ് സജസ്റ്റ് ചെയ്യുകയാണ്. ഈ പറയുന്ന ഇത്രയും എഫക്റ്റൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ഫോട്ടോയൊക്കെ കാണിച്ച് എന്നെ പോലെ അവൻ നിങ്ങൾ ഈ സെറം വാങ്ങിച്ച് തേച്ചാൽ മതി, അല്ലെങ്കിൽ ഈ പറയുന്ന ടാബ്ലറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീനേജറിനെ സംബന്ധിച്ച് വേറെ ഒന്നും അവിടെ ചിന്തിക്കാനില്ല. ഡിസംബറിലാണ് അവർ ഈ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ളത്. നവംബറിൽ അവരുടെ ഒരു Q&A ഉണ്ട്. അതിലേക്ക് കടക്കുമ്പോൾ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന സ്കിന്നിൻ്റെ ഈ പറയുന്ന തിളക്കത്തിൻ്റെ കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിറ്റമിൻ സി സജസ്റ്റ് ചെയ്യുമ്പോൾ ഗ്ലൂട്ടാത്തിയോൻ എടുക്കുന്നതിനേക്കാൾ 25% അല്ലെങ്കിൽ 25 ടൈംസ് ആണെന്ന് തോന്നുന്നു അത്രയും വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ അത്രയും ഗ്ലോ കിട്ടും നിങ്ങൾ ഈ ഒരു വിറ്റമിൻ സി ഉപയോഗിച്ചാൽ എന്നൊക്കെ പറഞ്ഞാണ് തള്ളുന്നത്. 3 മാസമായി അവരത് കഴിക്കുകയാണ് അത്രേ. പക്ഷേ അവിടുന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നവംബർ മാസത്തിൽ അവരൊരു Q&A ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടേ ഇല്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കാരണം അവർക്ക് ശ്വാസം മുട്ടലുണ്ട്, അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് നിറം വെക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തിയോൺ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തട്ടിപ്പോവും എന്നാണ് അവർ തന്നെ പറയുന്നത്. ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർട്ടൺ ഹെൽത്ത് കണ്ടീഷനുള്ള ആളുകൾ കൃത്യമായി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ തട്ടിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട് എന്നവർ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ മറ്റു പല സാധനങ്ങളും തിന്നു എന്ന് നാട്ടുകാരോട് സജസ്റ്റ് ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല. ഇനി നിറം വെച്ചത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം അവർ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ വിറ്റമിൻ സി കൊറിയൻ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചതാണ്. പക്ഷേ അവരുടെ ഈ നിറത്തിൻ്റെ വ്യത്യാസം, അതായത് പണ്ട് ഇത്രയും നിറമില്ലായിരുന്നു, ഇപ്പം നല്ല നിറം വെച്ചു, അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിറം വെച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റ്, നിറം ഇങ്ങനെ കൂടിയത് എങ്ങനെയാണ് എന്നറിയില്ല. 2,
പണ്ട് വളരെയധികം മെലിഞ്ഞിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ചു കല്യാണത്തിന് ശേഷം. അപ്പോൾ വണ്ണം വെക്കുമ്പോൾ പൊതുവേ അങ്ങനെ ഒരു ഗ്ലോ ഉണ്ടാവാമല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. 3, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഇതിൻ്റെ ഇൻട്രോ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് എൻ്റെ സ്കിൻ കണ്ടതും ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സ്കിന്നിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനിവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ലൈറ്റിൻ്റെ അടുത്തേക്ക് എൻ്റെ കൈ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ലൈറ്റ് ഇവിടെ വരുമ്പോൾ കുറവാണ്, ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്തോറും ബ്രൈറ്റ്നസ് കൂടി വരുന്ന പോലെ തോന്നും. അത്രയേ ഉള്ളൂ. നല്ല ക്യാമറ യൂസ് ചെയ്ത് നല്ല ലൈറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേയും കൂടി ബ്രൈറ്റായിട്ട് സ്കിന്ന് കുറച്ച് ഈവനായിട്ടൊക്കെ ഫീൽ ചെയ്യും. ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന ഞാൻ കുറച്ചും കൂടി ലൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി വെളുത്തിരിക്കുന്ന പോലെ തോന്നും. മറ്റൊന്ന്, അവർ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങി. സ്കിൻ കെയറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ്. സ്കിൻ കെയർ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ശരീരം നന്നാവാൻ വേണ്ടി ജിമ്മിൽ പോകുന്നത് പോലെ നമ്മുടെ സ്കിൻ നന്നായിരിക്കാൻ വേണ്ടി, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി വെളുപ്പിക്കുക എന്നുള്ളത് ഹെൽത്തി ആക്കുക എന്നുള്ളതല്ല. ഹെൽത്തി ആവുക എന്നുള്ളത് നമുക്ക് വേറെ രോഗങ്ങളൊന്നും വരാതെ നമ്മുടെ ഈ മൊത്തം ശരീരത്തിനെയും കവർ ചെയ്ത് സൂക്ഷിക്കുന്ന ഈ ആവരണത്തിനെ നന്നായി നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സ്കിൻ ടൈപ്പിനെ, നമ്മുടെ ഈ സ്കിൻ ടോണിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, അതിന് നമ്മൾ സ്കിൻ കെയർ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, അവർ ഫുഡിൽ ഇപ്പം ജങ്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരുപാട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. പണ്ട് വാരി വലിച്ച് കഴിക്കും, ഇപ്പോൾ അത് അത്രയും അങ്ങനെ കഴിക്കാറില്ല. ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ അത് നിങ്ങളുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ ഡോക്ടറെ കാണുന്നുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലം മാറുന്നതനുസരിച്ച് പല മാറ്റങ്ങളും ഉണ്ടാവും എന്നൊക്കെയാണ്. അപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലേ എന്ന് ചോദിച്ച് വിമർശിക്കുന്ന ആളുകളോട് അറിയാത്ത കാര്യം പറയരുത് എന്നവർ പറയുന്നുണ്ട്. അതേ കാര്യം തന്നെ അവരോടും അവർ സ്വയം അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നെനിക്ക് തോന്നി. അതുപോലെ തന്നെ ആലിസ് ക്രിസ്റ്റിയുടെ മറ്റൊരു കോമഡിയാണ് അവരുടെ മുഖത്തിന് ഈ ഷേപ്പ് വന്നത് എങ്ങനെയാണ്. അതായത് ഈ ജോ ലൈനൊക്കെ നല്ല ഷാർപ്പായിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഈ ഡബിൾ ചിന്നൊക്കെ പോയത്, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഫേസ് യോഗയാണ് ചെയ്തത്, 2 വിരലിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു, അത് കഴിഞ്ഞ് ദിങ്ങിനെ ആക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവരുടെ ഫേസിൻ്റെ ഷേപ്പ് വന്നത്. ഒരു ദിവസം 20 തവണ ചെയ്യുമായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതേ ആൾ തന്നെ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ച് അവർ ആ ഒരു ഡബിൾ ചിൻ ഈ ഫേസ് ലിഫ്റ്റൊക്കെ ചെയ്യുന്നതും അവർ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ ആൾ മെയ് മാസത്തിൽ ഹെയറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയി. അതായത് മുടിയുടെ ഇങ്ങനെ തലയോട്ടി കാണുന്നു, അങ്ങനെ വരുന്നത് ഭയങ്കര വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ട് മെയ് മാസത്തിൽ. ഇതേ ആൾ 2023 ഡിസംബറിൽ ഒരു ഹെയർ കണ്ടീഷണർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴേക്കും മുടിയൊക്കെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഉപയോഗിച്ച കണ്ടീഷണർ മോശമാണ്, അതിന് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സ്വാഗതാർഹമായിരുന്നു കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, ഫെബ്രുവരി ആയപ്പോൾ അവർ മറ്റൊരു ബ്രാൻഡിൻ്റെ ഷാമ്പു ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴും മുടി ഇങ്ങനെ തഴച്ച് വളരാൻ തുടങ്ങി. ശരിക്കും ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മളൊരു ഇൻഫ്ലുവൻസർ, ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തന്നെ തോന്നും. കാര്യം ഇവർ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും റിസൾട്ടാണ്. ഒരാൾ പോലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അവർ ഇന്ന് എ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷാമ്പു തേച്ചു, മുടി സൂപ്പറായി. നാളെ രാവിലെ തന്നെ അവർ ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷാമ്പു ഉപയോഗിക്കും, അപ്പോഴും ഹെയർ സൂപ്പറാവും. അപ്പോഴായിരിക്കും ഒരു ബ്രാൻഡ് കൊണ്ടുവന്ന് കുറേ ഗുളിക കൊടുക്കുന്നത്. അതെല്ലാം കൂടി വാരി വലിച്ച് കഴിച്ചപ്പോൾ അവരുടെ ഹെയർ കൂടുതൽ നന്നായി. എങ്ങനെയുണ്ട്, നമുക്കൊന്നും വരുന്നില്ലല്ലോ. ഗ്ലൂട്ടാത്തിയോൺ കഴിച്ചാൽ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതേ ആൾ തന്നെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് സജസ്റ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്താൽ നമ്മൾ ചത്തൊന്നും പോകില്ലല്ലോ, ബാക്കിയുള്ളവർ ചാവുന്നല്ലേ. അത് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പൈസ കിട്ടിയാൽ മതി. ആദ്യം പറഞ്ഞ പോയിന്റ്സിലേക്ക് ഞാൻ ഒന്നുകൂടി തിരിച്ചു വരികയാണ്. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് നാടിന് ആപത്തൊന്നുമല്ല. കുറേ കാര്യങ്ങൾ കുറേ ആളുകൾ അറിയാൻ തുടങ്ങിയത് ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതായത് ഇങ്ങനെ കുറച്ച് സെറമുണ്ട് അവൈലബിൾ ആയിട്ട്, എനിക്കൊന്നും അറിയില്ലായിരുന്നു. നമുക്കൊക്കെ സോപ്പിട്ട് മുഖം കഴുകുക എന്നുള്ളതായിരുന്നു. അവിടുന്ന് ഫേസ് വാഷിലേക്ക് മാറുന്നത്, അതുപോലെ സൺസ്ക്രീനെ കുറിച്ച് അറിയുന്നത്, സെറത്തിനെ കുറിച്ച് അറിയുന്നത്, പലതരം ട്രീറ്റ്മെൻറ്റ്സിനെ മെത്തേഡ്സിനെയും കുറിച്ച് അറിയുന്നത്, ഈവൻ സ്കിൻ കെയർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ഇവരുടെയും കൂടി ഇൻഫ്ലുവൻസിൽ നിന്നാണ്. പക്ഷേ അൺറിയലിസ്റ്റിക്കായ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതും അൺസയൻറ്റിഫിക്കായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും ഒരുപാട് ആളുകളുടെ ജീവനും ആരോഗ്യവും അപകടത്തിലാക്കുന്നു എന്നുള്ളതും പണത്തിന് വേണ്ടി നമുക്ക് എന്തും പറയാം എന്ന് പറയുന്നതും കുറച്ച് മോശമല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവരിൽ നിന്ന് മാറി നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണുന്നതെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടേ ഇരുന്നുള്ളവർക്ക് കാശ് കിട്ടട്ടെ, നമുക്കെന്താ കുഴപ്പം. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മളെ ഹായ് ക്യൂട്ടി ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹായ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കെയർ ചെയ്യുന്നു നമുക്ക് തോന്നുന്ന പോലത്തെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നത്, റീലിൻ്റെ ഇടയിൽ വന്നു പോകുന്നത് നല്ലതാണ്. അവരൊക്കെ നിങ്ങൾ കണ്ടോളൂ, എല്ലാവരെയും പ്രൊമോട്ട് ചെയ്തോളൂ. അവർ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്തോ. പക്ഷേ എന്തെങ്കിലും അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിനും ഒരുപക്ഷെ ആന്തരിക അവയവങ്ങൾക്ക് കൂടി അപകടകരമാവുന്ന കുറേ പ്രോഡക്റ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ്. 2, നിങ്ങൾ സ്കിന്നിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും, പക്ഷേ പ്രശ്നം നിങ്ങളുടെ സ്കിന്നിലായിരിക്കില്ല. നിങ്ങളുടെ കിഡ്നിയോ കരളോ ഒക്കെ അടിച്ചു പോകാനിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടാവും. ഈ പറയുന്ന എന്തെങ്കിലും ഒരു സാഹചര്യമാണെങ്കിലും അത് ആ ഡോക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ തേക്കാൻ പോകുന്നതും കഴിക്കാൻ പോകുന്നതും എല്ലാം
ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ കൃത്യമായി അവർ പറഞ്ഞു തരും. ഇന്ന് വരെ ഞാനും സ്കിൻ കെയർ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റും നമ്മളോട് ആദ്യ തേച്ചോ മതി പൊക്കോ എന്ന് പറഞ്ഞ് എണീറ്റ് പോകാൻ വിടില്ല. അവർ നമുക്ക് എന്താണ് തരുന്നതെന്നുള്ളതും എന്താണ് അത് ഉണ്ടാക്കാൻ പോകുന്ന റിസൾട്ട് എന്നുള്ളതും എനിക്ക് മറ്റ് ഡോക്ടേഴ്സിൽ നിന്ന് ഡിഫറെൻ്റായി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അവർ നമ്മളെ ഇരുത്തി ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ചിലപ്പോൾ അവർ നമുക്ക് ഇമേജ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് അപ്പം തന്നെ ഇമേജസ് കാണിച്ചു തരും. ഇങ്ങനൊരു കണ്ടീഷനിലേക്ക് പോകാം, ഇതാണ് ഇതിൻ്റെ വേഴ്സ്റ്റ് കേസ്, ഇതാണ് ഇതിൻ്റെ സിമ്പിൾ സ്റ്റേജ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു മരുന്നാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയമെടുക്കും. അതാണ് ഏറ്റവും പ്രധാനം. ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ 3 മാസം വരെയൊക്കെ പറയും. അപ്പോൾ ഇത്രയും നാളെടുക്കും ഇതിനൊരു റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി. നമുക്ക് അത്രയും സമയം ഇത് നോക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം, ചേഞ്ചസ് ഉണ്ടെങ്കിൽ മെഡിസിൻസ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു പാക്കേജിൽ അവർ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ഓരോ സാധനവും കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണവും ദോഷവും അവർ പറഞ്ഞുതരും. അതൊരിക്കലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറായിരിക്കും. പിന്നെ ഈ ക്വിക്ക് ഫിക്സ് പരിപാടികളുണ്ടല്ലോ, അതായത് ഇന്ന് രാത്രി തേച്ചു നാളെ നേരം വെളുത്തപ്പോഴേക്കും നമ്മളെ കാണാൻ ഏതാണ്ട് കൊറിയൻ പോപ്പ് സിംഗറെ പോലെയായി എന്ന് പറയുന്ന പോലത്തെ പരിപാടിയൊന്നും ഒരു ഡോക്ടർ നിങ്ങളോട് പറയില്ല. അങ്ങനെ പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററെ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ കേട്ടോ. പിന്നെ ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. അതായത് നമ്മുടെ മുന്നിലിരുന്ന് ഈ കഥയൊക്കെ പറഞ്ഞു തരുന്ന ആൾക്ക് വിവരമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയാലും പാളിപ്പോയാലും അയാൾക്കറിയാം അത് സെറ്റാക്കാൻ എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഇല്ലേ, അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങളൊരു ക്രീം ഉപയോഗിച്ച് ഒരു കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്ത് ചൊറിഞ്ഞു പൊട്ടി പാടും കുരുവൊക്കെ ആയി ഭയങ്കര മോശമായി, എന്നിട്ട് നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും കണ്ടീഷൻസ് അപ്ലൈ, ഇതൊന്നും നിങ്ങൾ ചാടിക്കയറി ഉപയോഗിക്കരുതെന്നൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ അവരങ്ങ് പറയും. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ഓപ്ഷനും ഇല്ല. ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കിട്ടും. അവിടെ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് പൈസ ഫീസായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് സ്കിൻ കെയർ എന്ന് പറയുന്നത് സമയമെടുക്കുന്ന പണച്ചെലവുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉള്ളിടത്തോളം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് Q&Aയിലൊക്കെ വന്നിരുന്ന് പറയുന്നത് പോലെ നമ്മളുടെ പല സ്കിൻ കണ്ടീഷൻസും, അതിപ്പോൾ മുഖക്കുരു വരുന്നതായാലും ഡാർക്ക് സ്പോട്ട്സ് ആയാലും ഇൻറ്റേർണൽ ഹെൽത്ത് ഇഷ്യൂസും, നമ്മൾ ജീവിക്കുന്ന കാലാവസ്ഥയും നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ പറയുന്ന പ്രത്യേകിച്ച് അധ്വാനം ഒന്നുമില്ലാതെ, എന്ന് വെച്ചാൽ സ്വന്തമായി ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ പോലും അധ്വാനിക്കേണ്ടി വരുന്നില്ലാത്ത ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഈ ക്രീം തേച്ചപ്പോഴേക്കും ഞാൻ സെറ്റായി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് ഇത്രയും പൊടിയും പുകയൊക്കെ കൊണ്ട് വീട്ടിൽ വന്ന് കയറുന്ന ഒരാൾ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ജെനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഒരു ഡെർമറ്റോളജിസ്റ്റ് നമുക്കൊരു സാധനം തരുള്ളൂ. പിന്നെ എളുപ്പത്തിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. യെസ്, അവൈലബിൾ ആണ്. അതിൽ മിക്കതിലും സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ സ്കിന്നിനെ കുറിച്ച് കുറേ ആളുകളുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ തൊലിയുടെ പുറത്തുള്ളൊരു സാധനമാണ്. നമ്മളിതിൻ്റെ ഒരു എക്സ്റ്റേണൽ സാധനമായിട്ടൊക്കെയാണ് കാണുന്നത്. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡായി നിൽക്കുന്ന ഒരു സാധനമാണ്. അവിടെ സ്റ്റിറോയിഡ്സ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതിൽ ഏറ്റവും ഡേഞ്ചർ സൈഡ് ഒന്ന്, നിങ്ങളിതിൽ അഡിക്റ്റ് ആവും. നിങ്ങളിത് ഉപയോഗിച്ചു, നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടായി. ഉപയോഗിക്കുന്നത് എപ്പോൾ നിർത്തുന്നോ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതാവും. നല്ലൊരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് പൊള്ളും. ആ അവസ്ഥയിലേക്ക് അത് മാറിയേക്കാം. അങ്ങനെ മാറുമ്പോഴാണ് കുറേ ആളുകൾ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ചെന്ന് കാണുന്നത്. അപ്പോൾ അവർ പറയും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ കുറച്ച് നാൾ നല്ലോണം ട്രീറ്റ്മെൻറ്റ് എടുത്താലേ മാറുള്ളൂ. ചിലപ്പോൾ ഈ സ്റ്റിറോയിഡ്സൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതേ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ ചിലപ്പം 1-2 ചെറിയ ക്രീമുകളോടൊക്കെ തീരുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയാൽ തീരാവുന്ന കേസേ ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരും ഇപ്പോൾ നേരെ ഗ്ലൂട്ടാത്തിയോണാണ്. ഗ്ലൂട്ടാത്തിയോൺ അടങ്ങി ഒരു ടാബ്ലറ്റ് സജസ്റ്റ് ചെയ്യുക, ഗമ്മി കൊടുക്കുക, അങ്ങനെ എല്ലാവരെയും ഗ്ലൂട്ടാത്തിയോൺ തീറ്റകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി FDA അപ്രൂവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഡെർമറ്റോളജിസ്റ്റുകളൊന്നും ഇത് ചെയ്യണം എന്ന് ഇങ്ങോട്ട് പറയാറില്ല. ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളുടെയും സ്കിന്നിൽ ചേഞ്ചസ് വരാൻ വേണ്ടി അവരവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അതൊക്കെ ഒന്ന് പ്രോപ്പറായി സ്ട്രെസ് മാനേജ് ചെയ്യാനൊക്കെ വരുമ്പോൾ തന്നെ കുറേ ആളുകളുടെ സ്കിൻ ബെറ്റർ ആവും. സ്കിൻ ബെറ്റർ ആവുക എന്ന് പറയുന്നത് വെളുക്കുക എന്നുള്ളതല്ല. സ്കിന്നിലെ പല പ്രശ്നങ്ങളും, നമ്മൾ ഇന്ന് പുറമേ കാണുന്ന പല പ്രശ്നങ്ങളും മാറി കുറച്ചുകൂടി ബെറ്റർ ആവും, കുറച്ചുകൂടി ഹെൽത്തി ആവും. മറ്റൊരു പുതിയ കൾച്ചറാണ് സൂപ്പർ ഫുഡ്, സൂപ്പർ ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികൾ. അവിടെയും ഞാൻ പറയുന്നത് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ചില സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. ഞാനിപ്പോൾ ഞണ്ട് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളെല്ലാവരും കഴിക്കുന്ന ഞണ്ട് കറിയില്ലേ, ആ ഞണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദേഹത്തെല്ലാം തടിച്ചു വരും, ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഞാൻ വയറ്റിലേക്ക് കഴിക്കുകയല്ലേ ചെയ്തത്, പക്ഷേ എൻ്റെ സ്കിൻ അത് റിഫ്ലക്റ്റ് ചെയ്യും. ചില സമയത്ത് ചില ആളുകൾക്ക് ശ്വാസം മുട്ടൽ വരെ ഉണ്ടാവാം. കാരണം എൻ്റെ ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഞണ്ടെന്ന് പറയുന്ന ഷെല്ലുള്ള ജീവികളിൽ അടങ്ങിയിട്ടുണ്ട്. എന്ന് കരുതി ഞണ്ട് ആരും കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല. ഞണ്ടിൽ ഒരുപാട് ന്യൂട്രിയൻ്റ്, ഒരുപാട് ഗുണങ്ങളൊക്കെ ഇല്ലേ, ഒരുപാട് കാൽസ്യം ഇല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഈ സൂപ്പർ ഫുഡ് അല്ലെങ്കിൽ സൂപ്പർ ഡ്രിങ്ക് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോഴും അതിൽ എൻ്റെ ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതോ എനിക്ക് ആവശ്യമില്ലാത്തതോ ആയ കാര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ ഈ ആവശ്യമില്ലാത്ത എല്ലാം കൂടി വാരി വലിച്ച് കഴിച്ചിട്ട് എന്താ കാര്യം? ഒരിക്കൽ കൂടി
പൂർണ്ണമായും ഉള്ളി തട്ടി പറയാണ് ഇവരെല്ലാവരും ഉടായിപ്പാണെന്നോ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്രിയേറ്റേഴ്സ് അടക്കം ഇവരെല്ലാം ചെയ്യുന്നത് ഉടായിപ്പാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പുറമേ നിന്ന് ഇത് നോക്കി കാണുന്ന കൗമാരക്കാരായിട്ടുള്ള അതിൽ താഴെയും പ്രായമുള്ള കൊച്ചുകുട്ടികൾ, നിങ്ങൾ കുഞ്ഞു കുട്ടികളൊക്കെ ചെയ്യുന്ന ചില റീൽസ് കണ്ടിട്ടുണ്ടാവും. ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടി വീഡിയോ ചെയ്യാണ്. ആ കുട്ടി അങ്ങനെ ഒരു കാര്യം അനുകരിക്കണമെങ്കിൽ അത് എത്രത്തോളം ആ കുട്ടിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും ക്യാമറയുടെ മുമ്പിൽ ചെയ്യാൻ ആ കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇവരുടെ സ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെ അനുകരിക്കുന്ന ഇഷ്ടംപോലെ കുഞ്ഞു കുട്ടികളെ കാണാൻ പറ്റും. ആ പ്രായം മുതൽ തന്നെ ഈ കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിലേക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പൗഡറൊക്കെ ഇട്ടിട്ടാണെങ്കിൽ മാക്സിമം വെളുപ്പിച്ചിരിക്കുക, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തേ പറ്റൂ, സെറമൊക്കെ അപ്ലൈ ചെയ്തേ പറ്റൂ, മുടി ഇങ്ങനെ കിടക്കണം ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ പരസ്യത്തിൽ കാണുന്ന പോലെ. ഇതൊക്കെ കണ്ട് പഠിക്കുന്ന, വളരുന്ന, ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന, ടീനേജിൽ നിൽക്കുന്ന അടക്കമുള്ള കുട്ടികൾ അവരുടെ മാനസിക ആരോഗ്യത്തിനെ വരെ ബാധിക്കുന്ന രീതിയിലാണ് ചില കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അവരെ തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിംപ്ലസ്റ്റ് ടേംസിൽ പറയാനാണെങ്കിൽ സ്വന്തം മുഖം മേക്കപ്പ് ഇല്ലാതെ, ഫിൽറ്റർ ഇല്ലാതെ, മേക്കപ്പ് പോട്ടെ, മേക്കപ്പ് ഒരു മനുഷ്യനെ ചിലപ്പം ഇടാൻ തോന്നി, അത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടം, അങ്ങനെ അവരെ പ്രൊജക്റ്റ് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടമൊക്കെ. ഫിൽറ്ററും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെയും കൂടി എഫക്റ്റിൻ്റെ കാരണം മറ്റൊരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഫിൽറ്റർ ഇല്ലാതെ നമ്മുടെ മുന്നിൽ വരാൻ ധൈര്യമില്ലാത്ത, ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു മാസ്ക് എടുത്ത് അണിഞ്ഞിട്ടുള്ള ആളുകളായി ഇവരിൽ ചിലരെങ്കിലും ചില വീഡിയോയ്ക്ക് വേണ്ടിയെങ്കിലും മാറുന്ന സമയത്ത് അതുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ അതൊരാവശ്യമില്ലാത്ത അരക്ഷിതാവസ്ഥയാണ്. അവരാ ചെയ്ത കാര്യത്തിനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അത് കണ്ടിട്ട് അയ്യോ എനിക്കങ്ങനെ ആവാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് കരുതി സ്വയം ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറരുത് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റേതൊരു അവയവത്തെയും പോലെ തന്നെ സ്കിൻ കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവണം, അത് ആരോഗ്യകരമായ കുറേ കാലം നീണ്ടു നിൽക്കുന്ന മാറ്റങ്ങളാവണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിനെ, ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.